സാറേ, സാറ് ലക്ഷ്മീപുരം കൊട്ടാരത്തിലെ ബന്ധുക്കളിൽപ്പെട്ടവരാരെങ്കിലും ആണോ? അല്ല, അങ്ങനെയാണെങ്കിൽ അവർ കാർ അയക്കേണ്ടതാണല്ലോ. അതെ, അല്ല, ഞാൻ അവിടെ ഒരു ഇന്റർവ്യൂവിന് പോവാ. പാട്ടുവാദ്യാർ, ആസ്ഥാന സംഗീത വിദ്വാൻ എന്ന് പറയും. താനെന്താണോ ഈ കാര്യം നേരത്തെ പറയായിരുന്നത്? എന്താ പ്രശ്നം? എടോ, മേലാൽ അങ്ങോട്ട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് പോകുന്ന ഫാദർമാരെ ഒറ്റ ഒരുത്തനെ എന്റെ ഈ വണ്ടിയെ കയറ്റിയാല എന്ന് പറഞ്ഞ കോലൊടിച്ചിട്ടതാ. എന്താ അവരാരും കാശ് തരികയല്ലേ? കാശ് തന്നാല് പെടലി അടിച്ച് ഞാൻ ഓടിക്കും. അത് വേറെ. എടോ, ഒരു 25 ഭാഗവതന്മാരെ എന്റെ ഈ വണ്ടിയെ ഞാൻ കയറ്റിയിട്ടുണ്ട്. ഓ, 25. ആ 25 പേരും കരഞ്ഞോണ്ട് തിരിച്ചു പോയിട്ടുണ്ട്. അതെന്തോത്തിനാ? ജോലി കിട്ടാനിട്ടാ? എടോ, കൊട്ടാരത്തിലുള്ളവർക്ക് പിടിക്കത്തില്ലടോ. പിന്നെ അതുങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്ന് കരഞ്ഞോണ്ട് ഒരു നിപ്പുണ്ട്. ഓ, സത്യം പറഞ്ഞ ചങ്ക് തകർന്നു. എന്റെ കാര്യത്തിൽ ഏതായാലും ആശാൻ വിഷമിക്കണ്ട. ഞാൻ അങ്ങനെ ചുളുവി മടങ്ങിപ്പാൻ വന്നവനൊന്നും അല്ല. വന്ന കാര്യം സാധിച്ചിട്ടേ ഞാൻ മടങ്ങി പോകത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. എടോ, കൊട്ടാരത്തിൽ ഒരു റിസീവർ ഉണ്ട്. അയാൾ ആളൊരു മോഷണനാ. ഒരുവിധപ്പെട്ട ഭാഗവതന്മാരെ ഒന്നും അയാൾക്ക് പിടിക്കത്തില്ല. റിസീവർ? ആ, ഇതെന്താ ടെലിഫോൺ ഓഫീസാ? ഇളിക്കാതെ കാര്യം പറ. എന്താ അവിടുത്തെ പ്രശ്നം? എടോ, തമ്പുരാനും തമ്പുരാട്ടിയും മരിക്കുമ്പോ ലക്ഷ്മി തമ്പുരാട്ടിക്ക് 1.5 വയസ്സാ. അടുത്ത ബന്ധുക്കളെ ഒന്നും തമ്പുരാന് വിശ്വാസമില്ലായിരുന്നത് കൊണ്ട് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ തമ്പുരാൻ ബിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്തോളൂ. ഓഹോ. എന്തെങ്കിലും കാരണവശാൽ തമ്പുരാനും തമ്പുരാട്ടിക്കും അപകടം സംഭവിച്ചാൽ ലക്ഷ്മി തമ്പുരാട്ടിയെ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വളർത്തണമെന്നാ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ ആഫീസറാ ഈ റിസീവർ. അത് പറ. കുട്ടിയുടെ ജീവനും ഭീഷണി ഉള്ളത് കൊണ്ട് വിദ്യാഭ്യാസം പോലും വീട്ടിനുള്ളിൽ വെച്ചാ പ്രായപൂർത്തിയാവാതെ കൊട്ടാരത്തിന് പുറത്തു പോലും അയക്കരുതെന്നാ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പഠിത്തമെല്ലാം കൊട്ടാരത്തിന് അകത്ത് വെച്ചല്ല. അതിനവിടെ ഇംഗ്ലീഷ് വാദ്യാര്, ഡാൻസ് വാദ്യാര് ഒക്കെ ഉണ്ട്. തന്റെ ഈ പാട്ട് പതിപ്പെടും. അതല്ല ആശാനെ, ഇതൊരുമാതിരി വിക്രമാദിത്യ കഥയിലെ വേതാളം പറഞ്ഞ പോലുണ്ടല്ലോ. രാജകുമാരിയെ പൂട്ടിയിട്ട് വളർത്തുക, 18 വയസ്സാവുമ്പോ തുറന്നു വിടുക. ഇതെന്താ ആശാനെ, 20-ാം നൂറ്റാണ്ടല്ലേ? കൊന്നുകളഞ്ഞതല്ലടോ തമ്പുരാനെ തമ്പുരാട്ടിയെ. ഓ, താവഴിപ്പെട്ട ഏതോ ഒരുത്തൻ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞല്ലേ. അവനാര്? ഏതോ ഒരുത്തൻ. അവനെ അവസാനം തൂക്കി കൊന്നു. എന്താ ഇപ്പോഴങ്ങോട്ട് പോകണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. അല്ല ആശാനെ, ഈ തമ്പുരാട്ടിയെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഞാൻ കണ്ടിട്ടില്ല. സുന്ദരിയായിരിക്കണം. അതുകൊണ്ടാണല്ലോ മറ്റേ ഭാഗവതരുടെ ജോലി പോയത്. ആ പാവം ഭാഗവതര തമ്പുരാട്ടിയെ ഒന്ന് ഞോണ്ടി റിസീവർ അവനെ ചവിട്ടി കുഴച്ചവന്റെ പതപ്പ് കലക്കി. ഓഹോ, അപ്പൊ തമ്പുരാട്ടി അതിനൊന്നും സമ്മതിക്കുന്ന കൂട്ടത്തിലല്ലേ? നിന്റെ ഗവിയാണോ ഗവി? നീ മരുന്നും കാലേ പോക്ക. ഇവിടെ ഇറങ്ങിക്കോ. ഇനി അങ്ങോട്ട് നമ്മുടെ കുതിരവണ്ടി പ്രവേശനമില്ല. എത്ര കൂലി? 8 രൂപ. യോ, ചില്ലറ ഇല്ലല്ലോ. പേഴ്സിലുണ്ടോ നോക്കാം. വേണ്ട, പേഴ്സ് എടുക്കണ്ട. വേണ്ട, ആരുടെ ഓശാരം ഒന്നും വേണ്ട. അയ്യോ ചേട്ടാ, ഇത് ഓശാരമല്ല. ഓശാരമല്ല, എന്റെ സ്നേഹം കൊണ്ടല്ലേ. ആരടാ ഇവൻ? ഇവിടെ ആരുമില്ലേ? ശൂന്യം. ഇതെന്തൊരു കൊട്ടാരം? വെല്ലുമില്ല, പുല്ലുമില്ല. ഒരു മണിയെങ്കിലും വാങ്ങിച്ച് കെട്ടിക്കൂടെ? അയ്യോ അയ്യോ, എന്താടാ ഇത്? കഥവ് ചവിട്ടി പൊളിക്കുകയാണോ? ഞാൻ ചവിട്ടിയില്ല, ഇടിച്ചേ ഉള്ളൂ. നിനക്ക് ഇടിച്ചു പൊളിക്കാനാണ് കഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആരാ? എന്താ വേണ്ടത്? എനിക്ക് റിസീവർ സാറിനെ ഒന്ന് കാണണമായിരുന്നു. ഇതേ കൊട്ടാരമാണ്, ഓഫീസ് അവിടെയാ. അല്ല, ഈ തമ്പുരാട്ടിയാണോ? അല്ല, ജോലിക്കാരി. വിഷ്ണു, താൻ എവിടെയാ സംഗീതം പഠിച്ചേ? തൃപ്പൂണിത്തറ. അല്ല, പാലക്കാട്. എവിടെ നിങ്ങൾ തീർത്തു പറയടോ. 2 പഠിച്ചിട്ടുണ്ട്. ആ ജാനുവമ്മേ, തമ്പുരാട്ടി കുളി കഴിഞ്ഞാ ഹാളിലേക്ക് വരാൻ പറ.
ഒരു പാട്ടുവാതിരി വന്നിട്ടുണ്ട്. ആ ഡാൻസറോടെ വിളിച്ചോ. ആ രാവിലെ മൂക്ക് മുട്ട തിന്നേച്ച് കിടന്ന് ഉറങ്ങുക. ഡാൻസറെ, ഒരു പാട്ടുവാദ്യർ വന്നിരിക്കുന്നു, അതിനെ ഇന്റർവ്യൂ ചെയ്യാൻ. ഓ, പാട്ടുവാതിരി വന്നല്ലേ. കലാകാരൻ താമസിക്കുന്ന മുറിയിൽ ഉണക്ക ഇംഗ്ലീഷ് പാദ്യാർ എന്തിനു വന്നു ചോദിക്കാനും അതങ്ങ് നേരിട്ട് ചോദിച്ചാ മതി. രാവിലെ എന്നെ കൊണ്ട് തന്തയ്ക്ക് വിളിപ്പിക്കരുത്. ബ്ലഡി ഫൂൾ റാസ്കൽ. എന്താടാ നോക്കുന്നത് ഡെഡി ഡാൻസർ? തന്റെ ഭാഷയിൽ സംസാരിക്കാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ കലാമണ്ഡലത്തിന്റെ സൃഷ്ടിയായതുകൊണ്ട്. എന്താടാ ഇളിക്കുന്നത്? അല്ല, ഈ കലാമണ്ഡലത്തിൽ സൈക്കിൾ യജ്ഞം പഠിപ്പിക്കുന്നുണ്ടോ? സൈക്കിൾ യജ്ഞത്തിനും സർപ്പ യജ്ഞത്തിനും ഡാൻസ് കളിച്ചിരുന്ന തെരുവ് കൂത്താടി ഐ ആം എ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്. യു മൈൻഡ് ഇറ്റ്? ആ അന്നദാതാവായ പൊന്നുതമ്പുരാന്റെ തൃക്കൈയിൽ നിന്നും പട്ടും വളയും വീരശൃംഖലയും നാട്യ തിലകോത്തമൻ എന്ന ബഹുമതിയും രണ്ട് കൈയും നീട്ടി മേടിച്ച അതുല്യനായ കലാകാരനാണടാ ഞാൻ. അല്ല, നിന്നെ പോലെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാത്രം 5ാം ക്ലാസ് വരെ പഠിച്ചവനല്ല ഈ ഞാൻ. ഓ ഗോഡ്, തളാങ്കു തരികട തോം. പാട്ടുവാദ്യാർ. എന്താ തന്റെ പേര്? വിഷ്ണു. കൈതത്ര താഴത്ത് വിഷ്ണു നാരായണൻ കെ. കേട്ടപ്പോഴേ മനസ്സിലായി. അയ്യാം നാട്യതിലകോത്തമൻ നടനം നാണു ഈ കൊട്ടാരത്തിലെ ആസ്ഥാന ഡാൻസറാണ്. ഭാഗവതരാണെന്നല്ലേ പറഞ്ഞത്? അതെ. 16,008 രാഗങ്ങളും സ്വായത്തമാണോ? അയ്യോ സാർ, ഈ 16,008 അതൊക്കെ മനുഷ്യസാധ്യമാണോ? ഒരു 10-30 നല്ലോണം അറിയാം. ബാക്കിയൊക്കെ തിയറിറ്റിക്കലായിട്ട്. 16,008 രാഗങ്ങളിൽ 30 എണ്ണം അറിയാമെന്ന് നാട്യതിലകവും ഗാനഭൂഷണവും ഒരുമിച്ച് പാസ്സായ ഞാൻ ഇവിടെ ഉള്ളപ്പോ അല്പജ്ഞാനിയായ എവനെ ഇവിടെ ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ. ഇയാൾ 2 മാസം തമ്പുരാട്ടിയെ സംഗീതം പഠിപ്പിച്ചിട്ട് തമ്പുരാട്ടി വാതുറന്നാൽ വെള്ളിയെ വീഴൂ. Silver is falling. That is silver. നിർത്തണേ. താൻ പാടം വന്ന പാടിച്ചു തമ്പുരാട്ടി പോരും. She's on the way. നമോ വാഗം. കൈയെടുത്തൊഴടോ ഭാഗവതരെ. ഇളിച്ചോണ്ട് നിൽക്കാതെ പാട്. Sound of music, man. എടാ പാട്. Yes, please sing a scene. Yeah. പാടട്ടെ തമ്പുരാട്ടി. പൊന്നാതിരവരവായി നിളയുടെ പുളിനവും ഇന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു. ഈ സ്വപ്നം കാണലൊക്കെ ഒരു 3 മാസം കഴിഞ്ഞു മതി. മേജരാവട്ടെ. ഓ, അല്ലേ ഇപ്പൊ സർക്കാർ കണക്കിലാണോ സ്വപ്നം കാണാൻ പറ്റുന്നേ? അത് 10-15 വയസ്സിലേ കണ്ടു തുടങ്ങും അല്ലേ? ഒന്ന് പോ ജാനമ്മേ. ആ വിഷ്ണു കൊള്ളാം അല്ലേ? അല്ല, വിഷ്ണുവിന്റെ പാട്ട്. ഓ, എവിടെ? അവന്റെ വയറ്റിപ്പഴപ്പിന് കൊള്ളാം. അവന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലേ കുഞ്ഞെ? ഈ ജാനുമ്മയ്ക്ക് വിഷ്ണുവിനോട് അസൂയ. അതെ, കുഞ്ഞ് നല്ല ആമ്പിളയുടെ പാട്ട് കേൾക്കാഞ്ഞിട്ടാ. എനിക്ക് വേറെ ആരുടെയും പാട്ട് കേൾക്കണ്ട, വിഷ്ണുവിന്റെ പാട്ട് കേട്ടാ മതി. അങ്ങനെ 1ാം റൗണ്ടും സക്സസ്. ഇവിടെ തോമാച്ച 3 മാസം എന്നൊക്കെ പറഞ്ഞാൽ ദാൻ അങ്ങ് പോവും. ആ പോവും. കളിക്കാടോ. പെണ്ണ് മേജറായി കഴിഞ്ഞാൽ കോടതി കണക്കെല്ലാം കൂടെ ചോദിക്കും. പ്രഥമ ദൃഷ്ടിയാനെ അഴിമതി അല്ലേടോ ലക്ഷക്കണക്കിന് രൂപയുടെ. ലക്ഷക്കണക്കിനല്ല, കോടിയുടെ അടുത്ത് വരും.
ഈ കണക്ക് കോടതി പോയാൽ കൊടുക്കും. താനെ വിളിക്കുക സി എക്കാരനാടോ? ഈ കാണുന്ന കാശക്കാരോട് വാങ്ങിയിട്ട് വിചാരിച്ചൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ലേ? കണക്ക് കൊണ്ട് കാണിക്കാവുന്ന അഭ്യാസങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഞാനെന്നല്ല ചിത്രഗുപ്തം വിചാരിച്ചാലും തന്റെ കൊട്ടാരത്തിലെ കണക്ക് ടാലി ചെയ്യാൻ ഒക്കില്ല. ഷോ, തന്നോടൊന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ വേണ്ടി ആ ക്ലബിൽ വേണ്ട ഇവിടെ വരാൻ പറഞ്ഞത്. അപ്പൊ അയാളുടെ ഒരു വർത്തമാനം. എടോ, വേറെ വഴിയുണ്ടോ? താനെന്ന് സൂചിപ്പിച്ചതുപോലെ തന്റെ മോൻ സുധാകരനും ആ തമ്പുരാട്ടിക്കുട്ടിയായിട്ടുള്ള വിവാഹം നടത്തണം. ഓ, എവിടെ? ഇവിടെ 2 കൊല്ലം മുമ്പ് അവൻ ട്രൈ ചെയ്ത് ആകെ കുളവാക്കിയതല്ലേ. പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നേ ഉള്ളൂ. ശ്രമിച്ചു നോക്കണം. എടോ, ആ പെണ്ണിന് അവനെ തീരെ ഇഷ്ടമല്ല. പിന്നെ ഇനിയിപ്പോ ശ്രമിച്ച് 2 മാസം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ വല്ല വഴിയുണ്ടോ? ഒരു വഴിയുണ്ട്. മേജറായി കഴിഞ്ഞാലും പെണ്ണ് തന്റെ കയ്യിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക. അതെങ്ങനെ? കുറച്ചു കാലം കൂടി ഇദ്ദേഹത്തെ എനിക്ക് വിശ്വാസമാണ്. ഇദ്ദേഹം എന്റെ രക്ഷകർത്താവായി തുടരണമെന്ന് പെണ്ണങ്ങ് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അതേതായാലും നടക്കില്ല. മേജറാകുമ്പോൾ മരിച്ചുപോയ തമ്പുരാന്റെ ഒസ്യത്വം പ്രകാരം പെണ്ണിന്റെ കല്യാണം നടത്തണം. വന്നു കയറുന്നവൻ എത്രക്കാരനാണെന്ന് എങ്ങനെ അറിയും? പിന്നെ കാര്യത്തിലെടുക്കുമ്പോ മുറച്ചെറുക്കനുണ്ടല്ലോ രവിവർമ്മ, അയാളും ചാടി വീഴും. ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് അവൻ സൈലൻസില്ല. അവന്റെ ശബ്ദത്തെക്കാൾ കൂടുതൽ ആ സൈലൻസ് എന്നെ ഭയപ്പെടുത്തുന്നു. അതെന്തുമാകട്ടെ, നിയമപരമായിട്ട് അയക്ക് അവകാശമൊന്നുമില്ലല്ലോ. ലക്ഷ്മിക്ക് ഏതായാലും അയാൾ ഇട്ടുവല്ല. താൻ സുധാകരനെ വെച്ച് ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളി കളിക്കുക. അതും സക്സസ് ആയില്ലെങ്കിൽ ഞാനകത്ത്. മതി അങ്കിൾ. കഴിക്കൂട്ടി. അയ്യോ, എനിക്ക് മതി. പോരാ, നോക്കി ഈടെയായിട്ടേ നല്ല ക്ഷീണമുണ്ട്. ഇല്ല ജാനുവമ്മേ? അത്ര ക്ഷീണമുണ്ടോ? ഉണ്ട്. നിങ്ങൾ ഓട്ടക്കുറവാന്ന് കൂടി കൂട്ടിക്കോളൂ. സുധാരൻ വന്ന് കാണുമ്പോഴേ അവൻ എന്നോടെ പിണങ്ങൂ. മോളുടെ കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധയാ അവന്. സുധാകരനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാ ഒരു കാര്യം ഓർത്തത്. അവനിപ്പോ എവിടെയാണെന്ന് അറിയാവോ? അറിയില്ല. അയ്യോ, നിങ്ങളോടല്ല പറഞ്ഞത്. അവന്റെ കത്തുണ്ടായിരുന്നു. അവൻ മൂകാംബിയിൽ ഭജന വിരിക്കുക. ജാനുവമ്മ ഇപ്പൊ എന്തെങ്കിലും കാണിച്ചായിരുന്നോ? ഇല്ല. കാണിക്കണോ? വേണ്ട. ഭജന വിരിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് അറിയാവോ? അതല്ലേ അതിന്റെ രസം. മോക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയോ? 2-3 മാസം കൂടി കഴിയുമ്പോ മോള് മേജറാകുകയല്ലേ. സ്വന്തമായിട്ട് ജീവിതമൊക്കെ തുടങ്ങുമ്പോ ആത്മമൂലം കൊടുക്കണേന്ന് ദേവോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞത്. മോളെ കൂടി കൊണ്ടുപോകണമെന്ന് അവനുണ്ടായിരുന്നു. 2-3 മാസം കൂടി കഴിയുമ്പോ നിങ്ങൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാമല്ലോ, അല്ലേ? പ്രസാദം കുങ്കുമം ഒക്കെ അവൻ കൊണ്ടുവരും. അയ്യോ, മോളെന്താന്ന് കഴിക്കാത്ത? എനിക്ക് വിശപ്പില്ല. അയ്യോ, അത് പറഞ്ഞാൽ പറ്റത്തില്ല. മോളെ ഒരു ഇഡലി കഴിക്കേ. മോളെ ഒരു ഒറ്റ ഇഡലി. മോളെ, മോളെ, മോളെന്തിനാ വിഷമിക്കുന്നത്? ഇത് മോളുടെ കൊട്ടാരം. മോക്ക് ഇഷ്ടമല്ലാത്തവരെ വരണ്ടാന്ന് പറയണം. ഞാനതെങ്ങനെയാ അങ്കിളിനോട് പറയാ? സുധാകരന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാ. ആരാടാ ഇവൻ? ഭക്തകുചേലനോ അതോ ഭക്ത മാർക്കണ്ഡേയനോ? സന്തോഷമായോ? കൂടുതൽ വല്ലതും വേണോ? വേണ്ട, നന്നായി വരട്ടെ. അയ്യോ, തളാങ്കുതരകിടതോ, ഇത് സുധാകരനല്ലേ? സുധാര, ഇതെന്ത് കോലം? നിനക്കിതെന്ത് പറ്റി? ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ മൂകാംബികയിൽ ഭജന വിരിക്കുകയായിരുന്നു. നീയോ? എന്തിന്? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പൊ ഇതിനു മുമ്പ് പ്രവേശിച്ചതൊക്കെയോ? അത് വല്ലതൊരു പ്രവേശനമാണോടോ? നടനം ഇനിയല്ലേ ശരിയായ പ്രവേശനം. ഞാൻ ലക്ഷ്മിയെ അച്ഛനൊക്കെ ഒന്ന് കാണട്ടെ. പ്രസാദം തരാൻ കേട്ടോ. 3 മാസം കൂടിയേ ഉള്ളൂ തമ്പുരാട്ടി മേജറാകാൻ. ഗൃഹസ്ഥാശ്രമികൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. എന്റെ കാര്യം വൃത്തികെട്ടവൻ. അച്ഛാ,
നീ വരുന്ന വണ്ടി കൃത്യമായിട്ടൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ജയ് മൂകാംബികേ. ഇങ്ങനെ വിളിക്കുന്ന പോലെ വിളിക്കാടാ, വല്ലവരും കേക്കും. ജയ് മൂകാംബിക. ജയ് മൂകാംബിക. ആരാണ്ട് വരുന്നുണ്ടാ. എന്റെ ഗുരുവായൂരപ്പ. ജയ് മൂകാംബിക. ലക്ഷ്മി എവിടെ ജാനു അമ്മേ? ഞാൻ വന്നെന്ന് പറയൂ. പറയാം. ആ, നീ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, കുളിക്കാൻ നനയ്ക്കാൻ പറ്റോ ചെയ്യേ. ഓ, രാവിലെ ഹോട്ടലിൽ നിന്ന് കുളിയുന്നതിനെ കഴിഞ്ഞാ ഈ കോലം കെട്ടിയത്. അല്പം ഓവറാണ് മോനെ നിന്റെ ഈ കോലം. മറ്റേ വർത്താനം പറഞ്ഞോളൂ, തന്തയാണെന്ന് ഞാൻ വിചാരിക്കല. ദാ, ഓ, മനുഷ്യനെ പിടിച്ചോ കോലം കെട്ടിച്ചിട്ട്. നിർത്ത്, വല്ലവരും കേൾക്കും. നീ ആ പെണ്ണിന്റെ റൂമിലേക്ക് ചെല്ലേ. കുഞ്ഞേ, ആ ജന്തു വന്നിട്ടുണ്ട്. ആര്? സുധാകരൻ. എന്റെ ജാനുമ്മേ, എനിക്ക് വയ്യ. എങ്ങനെ ഒന്ന് ഒഴിവാക്കുന്നേ? അവൻ വന്നേച്ച് പൊയ്ക്കോളൂ. കള്ളൻ മൂവാമ്പിന്നുള്ള വരവാ. വന്നാ പോകത്തില്ല. അതും ഇതൊക്കെ പറഞ്ഞിരിക്കും. അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ആ വിഷ്ണുവിനെ ഇങ്ങോട്ട് വിളിക്കാം. പാട്ട് പഠിക്കാനുണ്ടെന്ന് പറയാം. തൽക്കാലത്തേക്ക് ഒഴിയല്ലോ, ബാക്കിയുള്ളത് പിന്നെ നോക്കാം. ആ, വേഗം വിളിപ്പിക്കാം. ഞാൻ പിന്നെ കഴിച്ചോളാം. മൂകാംബികല്ലേ? ഞാനും പിന്നെ കഴിച്ചോളാം. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ഇപ്പൊ വരാം. ഇരിക്കൂ സുധിയേട്ടാ, ഇരിക്കൂ. എന്താ വിളിച്ചത്? സുധിയേട്ടൻ. ആശ്വാസമായി. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോ എന്നെ എന്താണ് വിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ ലക്ഷ്മിക്ക്? ഇറങ്ങടാ പട്ടി ഇവിടുന്ന്. ലക്ഷ്മി, ലക്ഷ്മി പ്ലീസ് ശബ്ദം ഉണ്ടാക്കരുത്. മിണ്ടി പോരുത്. എടാ ജനമേ, ഐ എം സോറി. മാറാ അങ്ങോട്ട്. കുഞ്ഞേ, ജാനുമ്മ, ഇവൻ എന്നെ. ജനമേ, ഞാനൊരു കളിതമാശ കാണിച്ചതല്ലേ. എടാ, വാക്കിന് കൊച്ചു പെമ്പിള്ളേരെ മുറി കയറി അവരുടെ തുണി വലിച്ച് കീറുന്നാണോ നിന്റെ കളി തമാശ? നിന്നെ ഇന്ന് ഞാൻ. ലക്ഷ്മി അതൊന്നും മനസ്സിലിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. സുധിയേട്ടനോ? ഞാനത് അപ്പോഴേ മറന്നു. ലക്ഷ്മി മറന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെ അല്ലേ? അതേന്നെ. ഓ, അത് മതി. മൂകാംബികയിൽ ഭജന ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു ദർശനം ഉണ്ടായി. ലക്ഷ്മി എല്ലാം എന്നോട് ക്ഷമിച്ചെന്ന്. ലക്ഷ്മിയോട് ക്ഷമ ചോദിക്കുന്ന പോലെയാ ഞാൻ അവിടെ ചെന്ന് ദേവിയോട് ചോദിച്ചത്. ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും എല്ലാം കൂടിയതാണല്ലോ മൂകാംബിക. ആ, നമ്മൾ ഒരുമിച്ച് ഇനി എവിടെയൊക്കെ പോകേണ്ടതല്ലേ? അതെന്തിനാ? അതൊക്കെ ഉണ്ട്. ആ, അവിടുത്തെ ഒരു ചടങ്ങ് എങ്ങനെയാന്ന് ചോദിച്ചാല്, രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് സൗപർണിയിൽ പോയി കുളിച്ച് അമ്പലത്തിൽ നടയിലോട്ട് വന്ന് കണ്ണു അടച്ച ഒറ്റ ഇരുപ്പാ. മനസ്സിൽ ദേവി, അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്ന അക്ഷരലക്ഷങ്ങൾ ജപിക്കും. അങ്ങനെ ജപിച്ച് ജപിച്ച് അങ്ങ് പരബ്രഹ്മത്തിൽ ലയിക്കും. പക്ഷേ ഇടയ്ക്ക് മനസ്സൊന്ന് ചഞ്ചലപ്പെട്ട് കേട്ടോ. ചില സമയത്ത് സരസ്വതിയുടെയും പാർവതിയുടെയും ഭാവങ്ങൾ അങ്ങോട്ട് മാറിയിട്ട് ലക്ഷ്മി ദേവി മാത്രം മുന്നിൽ വരും. പിന്നെ ആ ലക്ഷ്മിക്ക് രൂപം ഉണ്ടാകും. ആ രൂപം ഈ ലക്ഷ്മിയുടെ. തന്നാരടോ? അയ്യോ, പറയാൻ മറന്നു. ഇതെന്റെ പാട്ട് സാറാ. വിഷ്ണു. വിഷ്ണു? വിഷ്ണു, ഇത് അങ്കിളിന്റെ മകനാ, സുധിയേട്ടൻ. അറിയാം, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. തനിക്ക് എങ്ങനെ എന്നെ അറിയാം? നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാ ഞാനല്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. അല്ല അല്ല, അത് സാറ് തന്നെയാ. എന്റെ മുമ്പിലുണ്ട്. അല്ല, അന്നാ കാറില് എവിടെ വെച്ച? കാറിന്റെ അകത്ത് വെച്ച്. ഏത് കാറില്? സാർ എന്നാ മൂവാമ്പി ഒന്നില്ലായിരുന്നോ? അന്ന് തൊഴാൻ വന്നു. ആ, ശരി ശരിയാ. ഞാനേ എന്റെ ഫ്രണ്ടിന്റെ കാറിലാണ് മൂവാമ്പിയെ പോയത്. ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ സാറിനെ കണ്ടു. നിങ്ങളെ പാട്ട് പാടി കുട്ടിയെ പഠി. ഇല്ല, പാട്ടില്ല. എന്റെ ത്രോട്ട് അത്ര ശരിയല്ല. ഇല്ല, പാടി ശരിയായി. പാടുമ്പോ ശരിയാവും. സാറേ, സാറിന്റെ പ്രസാദം. അതെ, വേണ്ട, അത് നിങ്ങൾക്ക് കൊള്ളാം. കലാകാരന്മാർക്ക് ത്രോട്ടിനല്ല. കടുവയെ പിടിക്കുന്ന കിടുവയോ? താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം.
ഇതെന്റെ കടമയല്ലേ തമ്പുരാട്ടി? എന്താ അയാള് വിഷ്ണുവിനെ കണ്ട് പേടിച്ചത്? അത് പിന്നെ ഞങ്ങളൊരു വല്ലാത്ത സ്ഥലത്ത് വെച്ചൊന്ന് മീറ്റ് ചെയ്തു. വല്ലാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും. പറയാൻ കൊള്ളാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും പറയാൻ പാടില്ലാത്ത സംഗതികളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം തമ്പുരാട്ടി അതറിയണ്ട, ഞാൻ പോയിട്ട് പിന്നെ വരാം.